നാടും നഗരവും ഒരുപോലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ചൂടിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ പ്രമുഖരൊക്കെയും പ്രധാനപ്പെട്ട ആളുകളൊക്കെയും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് മുമ്പിലേക്ക് എത്തുകയാണ്. PA മുഹമ്മദ് റിയാസ് ബേപ്പൂരിൽ നിന്നും LDF സ്ഥാനാർത്ഥി PA മുഹമ്മദ് റിയാസ് ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. നിലവിലത്തെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി. വീണ്ടും അദ്ദേഹം ബേപ്പൂരിൽ നിന്നാണ് ജനവിധി തേടുന്നത്. MV ശ്രേയാംസ് കുമാർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ, ഘടകകക്ഷി നേതാക്കളും അദ്ദേഹത്തിന് ഒപ്പം ഉണ്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന്. ഇതാ ഇപ്പോൾ നമുക്ക് ചാണ്ടി ഉമ്മന്റെ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചാണ്ടി ഉമ്മൻ അല്പസമയത്തിനകം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും പുതുപ്പള്ളിയിൽ നിന്ന്. അതിനു മുൻപ് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി അദ്ദേഹത്തിന്റെ അനുഗ്രഹം വാങ്ങിയ ശേഷമാണ് പത്രികാ സമർപ്പണം നടത്തുക. പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെയും സ്ഥാനാർത്ഥികളിൽ പലരും ഉമ്മൻചാണ്ടിയുടെ കല്ലറയ്ക്ക് സമീപമെത്തി അനുഗ്രഹം വാങ്ങിയിരുന്നു. അത് ഇപ്പോഴിതാ ചാണ്ടി ഉമ്മൻ ഒരിടത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നു. അതേ സമയത്ത് തന്നെ നമുക്ക് നേരെ തിരിച്ച് മറ്റൊരു ദൃശ്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ബേപ്പൂരിൽ നിന്നും മുഹമ്മദ് റിയാസ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. ഇനി 2 ദിവസം, അതായത് ഇന്ന് 21-ാം തീയതിയാണ്, 23-ാം തീയതി വരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും സ്ഥാനാർത്ഥികൾ ഇനിയും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുണ്ട്. എന്തായാലും ബേപ്പൂരിൽ നിന്ന് വീണ്ടും മുഹമ്മദ് റിയാസ് തെരഞ്ഞെടുപ്പിനായി മത്സര രംഗത്തേക്ക് എത്തുകയാണ്. അഞ്ജന സുകുമാരൻ വിവരങ്ങളുമായിട്ടുണ്ട്. അഞ്ജന കേൾക്കാമോ? കഴിഞ്ഞ തവണ 82,165 വോട്ടുകൾ നേടിക്കൊണ്ടാണ് മുഹമ്മദ് റിയാസ് കഴിഞ്ഞ തവണ ബേപ്പൂരിൽ നിന്നും നിയമസഭയിലേക്ക് എത്തുന്നത്. 28,747 വോട്ടുകളുടെ ഭൂരിപക്ഷമായിരുന്നു അദ്ദേഹത്തിന് ബേപ്പൂരിൽ കഴിഞ്ഞ കുറി ഉണ്ടായിരുന്നത്. ഇത്തവണ അത് എങ്ങനെയാകും എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും എല്ലാവരും ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അഞ്ജന കേൾക്കാമോ? PA മുഹമ്മദ് റിയാസ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. വീണ്ടും ബേപ്പൂരിൽ നിന്നും അദ്ദേഹം ജനവിധി തേടുന്നു. മുന്നണികളൊക്കെ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിയിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ തന്നെ ഈ സ്ഥാനാർത്ഥികളുടെ പേരുകളൊക്കെ പ്രഖ്യാപിച്ചിരുന്നു. റിയാസ് മണ്ഡലം മാറുമെന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ വന്നിരുന്നെങ്കിൽ പോലും മണ്ഡലം കാക്കാൻ ഇത്തവണയും മുഹമ്മദ് റിയാസ് തന്നെയാണ് ബേപ്പൂരിൽ നിന്നും തെരഞ്ഞെടുപ്പിന് ഇറങ്ങുന്നത്. അഞ്ജന, വിവരങ്ങൾ. അതെ റഷ്യ, ഇപ്പോൾ ബേപ്പൂരിൽ നിന്നും LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന PA മുഹമ്മദ് റിയാസ് LSD ഓഫീസിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. ആദ്യ സംസ്ഥാന അധ്യക്ഷൻ ശ്രേയാംസ് കുമാർ ഉൾപ്പെടെയുള്ള അംഗങ്ങൾ കൂടിയുണ്ട്. അതിന്റെ വലിയ ഒരു പോരാട്ടം തന്നെ ബേപ്പൂരിൽ നടത്തുന്നുള്ളതാണ് അല്പം മുമ്പ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതും റിയാസ് പറഞ്ഞത്. ഇതുവരെ ചെയ്ത അതായത് 5 വർഷത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ എടുത്തു പറയാൻ അദ്ദേഹത്തിന് ഏറെക്കുറയുണ്ട്. അദ്ദേഹം മത്സരിക്കുന്ന TMC സ്ഥാനാർത്ഥി PV അൻവറാണ്. അവിടെ വലിയൊരു പോരാട്ടം തന്നെ നടക്കുമെന്നുള്ളതാണ് അൻവറൊക്കെ പറയുന്നത്. 2 പേടിച്ചുകൊണ്ട് ബേപ്പൂരിൽ നിന്നും മണ്ഡലം മാറുന്നത് ഉൾപ്പെടെയുള്ള വാർത്തകൾ അക്ഷയ ശരിയായ പോലെ തന്നെ ആദ്യഘട്ടങ്ങളിലൊക്കെ വന്നിരുന്നു. പക്ഷെ അതിനൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് ബേപ്പൂരിൽ MLA ആയിരുന്ന മുഹമ്മദ് റിയാസ് തന്നെയാണ് അവിടെ ഇപ്പോൾ വീണ്ടും മത്സരിക്കുന്നത്. കാരണം 35 വർഷമായി ഇടത്ത് കോട്ടയാണ് ബേപ്പൂര്. ബേപ്പൂരിൽ സിറ്റിംഗ് MLA ആയിരുന്ന മുഹമ്മദ് റിയാസ് തന്നെയാണ് അവിടെ ഇപ്പോൾ വീണ്ടും മത്സരിക്കുന്നത്. ഏതാണ്ട് 35 വർഷമായി ഇടത്ത് കോട്ടയാണ് ബേപ്പൂര്. അത് നിലനിർത്തുമെന്നുള്ളതാണ് ഏതായാലും റിയാസ് പറയുന്നത്. കാര്യങ്ങൾ TV എന്ന
ഇത്രയുള്ള ആളുകൾ അവിടെ തീർച്ചയായിട്ടും ഇടതു കോട്ട ഇളക്കി മറിക്കും. ഞാൻ ഒന്ന് ബേപ്പൂരിൽ മത്സരിക്കട്ടെ എന്ന് PV അൻവർ ഒരുപക്ഷെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരുന്നതിന് എത്രയോ മുൻപ് മുഹമ്മദ് റിയാസിനെതിരെ പടയൊരുക്കം തുടങ്ങിയതാണ്. ഇത്തവണ UDF-ന്റെ പിന്തുണയോടെ തൃണമൂൽ കോൺഗ്രസിൽ നിന്നും PV അൻവർ ബേപ്പൂരിൽ മത്സരിക്കുകയാണ്. അപ്പോൾ ബേപ്പൂരിൽ ജനവിധി തേടുമ്പോൾ ഇത്തവണ എങ്ങനെയായിരിക്കും ഫലം എന്നുള്ളത് കാത്തിരിക്കുകയാണ് ജനം. ആ തലത്തിൽ മുഹമ്മദ് റിയാസിനെതിരെ വ്യക്തിപരമായും അല്ലാതെയും ഒക്കെ അധിക്ഷേപങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ആയിട്ടാണ് PV അൻവർ രംഗത്തെത്തുന്നത്. അൻവർ നേരത്തെ തന്നെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇപ്പോഴുണ്ടായി എന്നുള്ളതായിരുന്നു. നേരത്തെ തന്നെ മണ്ഡലത്തിൽ പ്രചാരണവും പല തലത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇടം പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. മന്ത്രി മുഹമ്മദ് റിയാസ്. സ്വാഭാവികമായിട്ട് മന്ത്രിമാരൊക്കെ അവരുടെ മണ്ഡലങ്ങളിലേക്ക് തിരികെ എത്തുന്നു. പ്രചാരണത്തിന്റെ ഭാഗമായിട്ട് മുഹമ്മദ് റിയാസ് പത്രിക സമർപ്പിക്കുകയാണ്.